വയനാട് മുട്ടിൽ മരമുറി കേസിൽ കർഷകരെ ബലിയാടാക്കാൻ റവന്യൂ വകുപ്പും രംഗത്ത്. വനം കൊള്ളക്കാരനായ മാധ്യമ മുതലാളിയെ രക്ഷിക്കാൻ പാവപ്പെട്ട കർഷകർക്കെതിരെയാണ് നടപടിക്ക് നീക്കം. അപാകത ആരോപിച്ച് 29 കർഷകരുടെ അപ്പീൽ റവന്യൂ ഡിവിഷൻ ഓഫീസർ തള്ളിയതായാണ് പുതിയ നീക്കം. ഇതോടെ വനവാസികൾ ഉൾപ്പെടെയുള്ള കർഷകർ വലിയ ആശങ്കയിലാണ്. വയനാട്ടിൽ നിന്ന് PS അർജുനും ന്യൂസ് ഡെസ്കിൽ നിന്ന് ഐസൺ ജോസും ചേരുകയാണ്. ആദ്യം അർജുനിലേക്ക്. അർജുൻ, വയനാട് മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട് കർഷകരെ ബലിയാടാക്കാൻ റവന്യൂ വകുപ്പും ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് അല്ലേ? ഇത് സംബന്ധിച്ച് 29 കർഷകരുടെ അപ്പീലാണ് തള്ളിയിരിക്കുന്നത്. തള്ളിയെന്ന് പറഞ്ഞാൽ ഇതിൽ അപാകത ഉണ്ടെന്ന് ആരോപിച്ച് തള്ളുകയാണ്. ഇതിൽ കൃത്യമായ രേഖകൾ ഉൾപ്പെടുത്തിക്കൊണ്ട്, കൃത്യമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒന്നുകൂടി രേഖകൾ നൽകുക എന്നുള്ളതാണ് ഇവർക്ക് നൽകിയ നിർദ്ദേശം എന്ന് പറയുന്നത്. പക്ഷേ ഇതിലൊരു കെണിയുണ്ട്. കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരെ ഐസൻ ജോസൊക്കെ വാർത്ത നമ്മൾ ചെയ്തതാണ്, ഇത്തരത്തിൽ വാർത്ത ചെയ്തതാണ്. ആ വാർത്തയിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട്, കൃത്യമായി തന്നെ ഇതിലെ മുതലാളിമാർ, അതായത് റോജി അഗസ്റ്റിൻ, ആൻഡോ അഗസ്റ്റിൻ, ജോസൂട്ടി അഗസ്റ്റിൻ, ഇവരെ സംരക്ഷിക്കുവാൻ വേണ്ടി കൃത്യമായി നിയമത്തിൽ പഴുതുണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. കോടതിയിൽ അടക്കം കൊടുത്തതിൽ പഴുതുണ്ടാക്കിക്കൊണ്ടാണ് ആ ഇതൊക്കെ കൊടുത്തത് എന്നുള്ള ഒരു സംഭവങ്ങൾ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. അതിൽ കൃത്യമായി തന്നെ ഇപ്പോൾ കർഷകരെയാണ് ആ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. കർഷകർ, അതുപോലെ തന്നെ ഭൂമി ഉടമകൾ കൃത്യമായി തന്നെ അവരുടെ ഭൂമിയിൽ നിന്നും മരങ്ങൾ വെട്ടി മുറിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത് വ്യക്തമായും റോജി അഗസ്റ്റിനൊക്കെ പറഞ്ഞിരുന്നത് ഇവരുടെ അറിവോട് കൂടിയാണ്, ഇവർ പറഞ്ഞത് കൊണ്ടാണ് തങ്ങൾ മുറിച്ചത് എന്നുള്ളതൊക്കെ അന്ന് വാദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇവർ പറയുന്നത് തങ്ങളെ ചതിച്ചുകൊണ്ടാണ്, പലരും വനവാസി വിഭാഗത്തിൽപ്പെട്ടവരാണ്, ഇവർക്കൊന്നും കൃത്യമായി ഇതിന്റെ നിയമവശങ്ങളൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ ചതിച്ചുകൊണ്ട്, ഇവരോടൊക്കെ കള്ളത്തരം പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ ആ മരമുറി നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ 112 രാജകീയ വൃക്ഷങ്ങളാണ് ഇവർ മുറിച്ചു മാറ്റിയത്. അതിൽ 500 വർഷം പഴക്കമുള്ള 3 മരങ്ങളുണ്ട്. മാത്രമല്ല 400 വർഷം പഴക്കമുള്ള 9 മരങ്ങളുണ്ട്. അതിനുശേഷം വലിയ രീതിയിലുള്ള ഒരു കേസുകളൊക്കെ ഇവർക്കെതിരെ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് പിന്നീട് ഈ സർക്കാർ ഇവർക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്ന സാഹചര്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കർഷകർക്കെതിരെയും അതുപോലെ തന്നെ ഈ ഭൂ ഉടമകൾക്കെതിരെയും വലിയ രീതിയിലുള്ള ഒരു വിമർശനം ഉന്നയിച്ചുകൊണ്ട് അവർക്കെതിരെ കേസെടുക്കാനുള്ള വ്യഗ്രതയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും റവന്യൂ വകുപ്പിന്റെ ഭാഗത്തുനിന്നും നമുക്ക് കാണുവാൻ സാധിച്ചത്. അതിനുശേഷമാണ് പിന്നീട് ഇവർ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് നീങ്ങിയത്. അതായത് റവന്യൂ വകുപ്പിന് ഒരു അപ്പീൽ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്, ഒരു പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അന്ന് റവന്യൂ വകുപ്പ് കൃത്യമായ മറുപടി നൽകിയിരുന്നു, സർക്കാർ മറുപടി നൽകിയിരുന്നു. യാതൊരു തരത്തിലും കർഷകർക്കോ അല്ലെങ്കിൽ ഈ ഉടമകൾക്കോ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല, അവരെ കേസിൽ ഉൾപ്പെടുത്തില്ല എന്നുള്ളതടക്കമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് നേരത്തെ തന്നെ വാഗ്ദാനം നൽകിയിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങളൊന്നും നടന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് പകരമായാണ് ഇപ്പോൾ 29 കർഷകർക്കും തിരിച്ച ഇത്തരത്തിലുള്ള ഒരു അപ്പീലിന് മറുപടി നൽകിയിരുന്നത്. ഈ അപ്പീൽ തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതായത് വനവാസി വിഭാഗക്കാർ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഉൾപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ ആ കർഷകരെ സംരക്ഷിക്കുമ്പോൾ സർക്കാർ ഉറപ്പ് നൽകുകയും അതൊക്കെ പാഴാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല നമുക്കറിയാം, ഒരു ചാനലിന്റെ ഒക്കെ MD ആയിരിക്കുന്ന ആളുകളൊക്കെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ക്രൈം ചെയ്തിട്ടും യാതൊരു വിധത്തിലുള്ള നടപടിയും എടുക്കാതെ ഇങ്ങനെ പുറത്ത് നിൽക്കുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടെ ഇവിടെ ഉണ്ട്. ദേവിക. ശരി, എന്തായാലും ഐസൺ ജോസ് കൂടി ചേരുകയാണ്. ഐസൺ തന്നെയാണ് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ മുൻപ് തന്നെ ഈ റിപ്പോർട്ട് പുറത്തേക്ക് കൊണ്ടുവരുന്നത്, ഇതുമായുള്ള വിശദാംശങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഇതാ റവന്യൂ വകുപ്പ് കൂടി ഈ കർഷകരെ ബലിയാടാക്കാൻ രംഗത്തെത്തിയിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുത അവിടെ നിൽക്കുകയാണല്ലേ? ദേവിക, തീർച്ചയായും ഈ കുറ്റകൃത്യത്തിൻ്റെ ഒരു ക്രൈം, അല്ലെങ്കിൽ ഈ മരമുറിയിൽ നടന്നിരിക്കുന്ന ക്രൈം എന്ന് പറയുന്നത് കൃത്യമായ ഒരു ആസൂത്രിത ഗൂഢാലോചനയും അതിൽ നിന്നും ഒരു തെറ്റിദ്ധരിപ്പിക്കപ്പെടലിലൂടെ ഒരു യാന്ത്രികമായി അല്ലെങ്കിൽ ഒരു താൽക്കാലികമായി തികച്ചും വ്യാജമായ രീതിയിൽ ഒരു സർക്കാർ ഉത്തരവ് സമ്പാദിച്ചു എന്നതാണ് ഗുരുതരമായ ഒരു ഒഫൻസായി വരുന്നത്. അതായത് 24/10/2020 ഒരു സർക്കാർ ഉത്തരവ് പ്രകാരം, അതായത് ഈ പട്ടയ ഭൂമികളിൽ, അതായത് നമുക്കിപ്പോൾ അറിയാവുന്നതാണ്, ഈ റവന്യൂ വകുപ്പ് നിയന്ത്രണം കൊണ്ടുവരുന്നതും അല്ലെങ്കിൽ ഈ നടപടികൾ കൊണ്ടുവരുന്നതും പട്ടയ ഉടമകൾ ഭൂമിയിലാണ്, പട്ടയം നൽകിയ ഭൂമിയിലാണ്. ആ ഭൂമിയിൽ അന്ന് നിലനിന്നിരുന്ന മരങ്ങളും അതുപോലെ തന്നെ അതിനുശേഷം മുളച്ചു വന്നതും അത്തരത്തിലുള്ള വലിയ മരങ്ങൾ ഒഴികെയുള്ള മരങ്ങൾ മുറിച്ചു വിൽക്കുന്നതിനും, അത് പല രീതിയിലുള്ള ആവശ്യങ്ങൾക്ക് മുറിച്ചു വിൽക്കുന്നതിനുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. നിരവധിയായി കർഷകർ മുന്നോട്ട് വെച്ചിരുന്നുവെങ്കിൽ കൂടി അത് അനുവദിച്ചിരുന്നില്ല. പല സാങ്കേതിക വിഷയങ്ങളുണ്ടായിരുന്നു. രാജകീയ വൃക്ഷങ്ങളായ ഈട്ടി, ചന്ദനം പോലുള്ള മരങ്ങളൊന്നും മുറിക്കാൻ പാടില്ലാത്ത ചില വന നിയമവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മരം മുറി ഒരു നിയമപ്രശ്നമായി അല്ലെങ്കിൽ ഒരു അനുവാദമില്ലാത്ത സാഹചര്യമായി നിലനിന്നിരുന്നത്. ഇതിനാണ് ഈ 24/10 ഒരു
വസ്തുതാവിരുദ്ധമായ ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ഓർഡർ സാങ്കേതികമായി സംഘടിപ്പിച്ച് ആ ഓർഡറുമായി ഈ ആൻഡോ അഗസ്റ്റിനും റോജി അഗസ്റ്റിനും ഈ അഗസ്റ്റിൻ സഹോദരന്മാരെത്തി ഈ അതായത് പട്ടയ ഭൂമികളിലുണ്ടായിരുന്ന മരം മുറിക്കുന്നതിനെ പട്ടയ ഉടമകളിൽ നിന്നും അനുവാദം വാങ്ങുകയായിരുന്നു. പട്ടയം ഉടമകളിൽ നിന്നും അനുവാദം വാങ്ങുമ്പോൾ സ്വാഭാവികമായും ഈ പിൻവലിക്കപ്പെട്ട ഉത്തരവ്, അതായത് 24/10 ഇറക്കി പിന്നീട് പിൻവലിക്കപ്പെട്ട ഒരു ഉത്തരവാണ് അവർക്ക് കാണിച്ചു കൊടുത്തിരുന്നത്. പിൻവലിക്കപ്പെടുന്നതിനുള്ള ചെറിയ കാലയളവിലാണ് ഈ വലിയ രീതിയിലുള്ള കുറ്റകൃത്യം നടന്നത്. വൻതോതിൽ മരങ്ങൾ മുറിച്ച് കടത്താനുള്ള ഒരു നീക്കം നടത്തുകയായിരുന്നു. അത്തരത്തിൽ ആ മരങ്ങൾ മുറിച്ച് കടത്തിയത് സാധാരണ വീട്ടുകാരുടെ അല്ലെങ്കിൽ ഈ വനവാസി വിഭാഗങ്ങൾക്ക് ലഭിച്ച ഭൂമിയിലെ മരം അതുപോലെ